ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. സോ നമ്മളെല്ലാവരും നമ്മളെ ഏറ്റവും പുതുതായി പണി കഴിഞ്ഞ അർബാനയിലാണുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ അർബാനയിലുള്ള എല്ലാവരും നോക്കി പറയട്ടോ. റൂഫൊക്കെ മാറ്റിയപ്പം വണ്ടിൻ്റെ മൂഡ് മാറി. മുഡേഷായിട്ടോ വണ്ടി ഫുള്ള് പ്രീമിയം ലുക്ക് കയറിയെങ്കിലും എന്താ പറയുക, ബാക്കിൽ വന്നുകൊണ്ട് പടയിക്കണേ വാസിലെ നീച്ച നടക്ക് ഔങ്ങി കുറച്ച് കള്ളന്മാരുണ്ട് നിങ്ങള്. ആ കൊയങ്ങല്ല പണിയാണ് വന്ന ബാ നീച്ച നബി നീച്ച രണ്ട് വളവന്മാരാട്ടോ. എന്റെ ഐഡിയ പോയി വണ്ടിയും ഷൂട്ടൊക്കെ ശരിയാക്കി തരാൻ ഞാനല്ല. ഇങ്ങോട്ട് വാ ബാസിലാ ഇക്ക് നീച്ച ആ പ്രോട്ടീൻ നിന്നോ വന്ന അത് കുഴപ്പമില്ല. ഇപ്പൊ നമ്മളെല്ലാരും വീഡിയോ എടുക്കാം. ആദ്യ വളവനാണ് നീച്ച അല്ലേ എന്താ ഇവിടെ ഞാനല്ല ഇവിടെ ഇരുന്നോ ഇനി ഇരിക്കാണെങ്കിൽ അത് കുത്തിയിട്ടില്ലെങ്കിൽ എന്നെ പരിഗണിക്കൂല. ഇനി വേദന ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാ, തലക്കനം കൂടും. അപ്പൊ എന്ത് ചെയ്യാ, ട്ടോ നമ്മളെ പേരന്റെ തൊട്ടപ്പുറം തന്നെയാണ് ബോസ്. പുതിയളത്താരനുണ്ടോ അല്ലെ, പുതിയളല്ലേ മിസ്റ്റേക്കാളാം പുതിയളത്താനുണ്ടോ. അപ്പൊ നമ്മള് കുറെ കാലമായിട്ട് പരിചയമുള്ള ആൾക്കാരുണ്ട്. ബാസിലിന്റെ ഒപ്പം പഠിച്ച ഇക്കാണ്. എന്ന് കാരക്കൊക്കെ ഹൈ പ്രോട്ടീൻ ആണ്. കാരക്ക മുട്ട നമ്മള് കാരക്ക കൃഷി ചെയ്തതാ. ഞമ്മളോ ഇനിയുണ്ടോ കാരക്ക? വാ അഫി, എങ്ങനെ പോകുന്നു നമ്മളെ ഷൂട്ട്? ഇപ്പൊ വീഡിയോ കണ്ടപ്പോ നല്ല രസമുണ്ട് അല്ലേ? നല്ല രസമുണ്ട്. അപ്പൊ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഷാദി മസ്ജിദത്തെ പോലെ തന്നെ അഫി ചെയ്യുന്ന സാധനങ്ങളാണ് എനിക്ക് ഇഷ്ടം. അഫി ഈച്ചും വൻ അഭിനേതാക്കളാണ് കേട്ടോ. എവിടെയും ജീവിക്ക എല്ലാ ഫ്രെയിമിലും. അഫിന്റെ ചെറിയ ആ ഷോട്ട് ഉണ്ടല്ലോ, മറ്റേ നുറുക്ക് മറ്റേ കൊയലപ്പം നിന്നേ. അഫി ഒരു രക്ഷയില്ല, സീൻ സാധനം. രണ്ട് ടേക്കിൽ കഴിഞ്ഞു ചെയ്ത് പ്ലസ് ടു വേണ്ട അഭിനയം പഠിക്കാൻ പോയിക്കോ. നബീൽ ഗ്യാപ്പിൽ പിന്നെയും കയറിപ്പോയല്ലോ അവിടെ, കാണാത്ത രീതിയില്. നമ്മളെ ലൊക്കേഷനൊക്കെ കാണിച്ചു കൊടുക്കും, ഷൂട്ടിംഗ് ലൊക്കേഷൻ. അപ്പൊ ഞങ്ങളെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളത് ഒരിക്കലും കാണരുത്. കാരണം ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ നല്ല തട്ടിക്കൂട്ട് ലൊക്കേഷനാണ്. നമ്മളെ തട്ടിക്കൂട്ടിന്റെ ഷൂട്ടാട്ടോ. നാട്ടുകാരുടെ നടിയൊന്നും കിട്ടാത്തതുകൊണ്ട് ഷൂട്ട് അങ്ങനെ നടന്നു പോകുന്നുണ്ട്. ബാ, പക്ഷെ നാട്ടുകാർ നല്ല കോപ്പറേറ്റീവ് ആണ്, ഭയങ്കര സൂപ്പർ നാട്ടുകാർ. വാഗമൺ. അപ്പൊ ഇതാ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സൈഡിൽ നോക്കിയാൽ തൻ്റെ പ്രിയതമന്മാരെ മിസ് ചെയ്യുന്ന രണ്ട് പുതിയാപ്പിളമാരെ നമുക്ക് കാണാൻ പറ്റും. മെല്ലെ ഒഴിഞ്ഞു പോയി കണ്ട് ഹെഡ്ഫോണൊക്കെ കുത്തിയിട്ട് മെല്ലെ ഡ്രഡേ എവിടെ എത്താ ജനം മിസ്സായിട്ട് വെച്ച ഡ്രഡേ എന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലെ അവിടെ പോയി ഏൽപ്പിച്ചാൻ പോയതാണ് കേട്ടോ. മറ്റേ ലിയ എവിടെ പണി കഴിഞ്ഞ് എത്തിയോ എന്നൊക്കെ പറഞ്ഞിട്ടേ എന്താ ക്യാമറ എടുത്തിട്ടില്ല? എന്താ ആക്ഷന്റെ സ്പെല്ലിംഗ് എന്താ? സീൻ കാണിച്ചു കൊടുക്കണ്ട, കോപ്പിറൈറ്റ് വരും. അപ്പൊ സുഹൃത്തുക്കളെ, ഇപ്പൊ നിഹാൽക്ക, പത്മശ്രീ നിഹാൽക്ക അഭിനയിച്ചുകൊണ്ടിരിക്കണ്ടോ. അപ്പൊ ഇത് നമ്മളെ ഫുൾ ക്രൂ ആണോ. ഇന്നത്തെ ഒരു പരിപാടി മൊത്തം കൊണ്ടുനടക്കുന്നത് ഈ ഒരു തോളിലാണോ. ഡയറക്ടർ ഈ തോളാണ്, ഡയറക്ടർ അല്ല ഇന്നത്തെ. അപ്പൊ ഇന്നത്തെ നമ്മളെ പാട്ട് ഷൂട്ട് നമ്മളെ സ്വന്തം ഡയറക്ടർ SBK ഉണ്ട്. നമ്മളെ ഷാദി മസ്തി ആണെങ്കിലും SBKന്റെ കരങ്ങൾ പതിഞ്ഞിട്ടുള്ള പാട്ടാണ്. ഇനി കരങ്ങൾ പതിയാൻ പോണ വലിയൊരു പാട്ടുണ്ട്. ഒരു പ്രൊജക്റ്റിൽ മൊത്തമായിട്ട് കരങ്ങൾ പതിഞ്ഞു. ഈ പ്രൊജക്റ്റിൽ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് SBK. ഞാനും SBK തമ്മിൽ വർക്ക് ചെയ്യാൻ പോണ മൂന്നാമത്തെ പ്രൊജക്റ്റ് ആവും അല്ലേ. ആദ്യത്തെ വർക്ക് 25 മില്യൺ അടിച്ചിരിക്കുന്നു. രണ്ടാമത്തെ വർക്ക്, മൂന്നാമത്തെ വർക്ക് എത്ര മില്യണോളം അടിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. SBK ചെയ്യാൻ വെച്ചിരുന്ന ഒരു വർക്ക് 100 മില്യൺ അടിച്ചിരിക്കുന്നു. അതന്ന് ചെയ്യാൻ പറ്റിയില്ല. അത് ഞാൻ പറയുന്നില്ല ഏതാണ് ആ വർക്ക്. സങ്കടാവും. അതുകൊണ്ടാ
ചെയ്യാൻ പറ്റുന്ന വർക്ക് ഡേറ്റ് ക്ലാഷ് വന്നപ്പോൾ 100 മില്യൺ അടിച്ചു പോയി. വീഡിയോ വന്നില്ല, അതാണ് കാരണം. അപ്പോൾ ഇതാണ് SBKന്റെ വണ്ടി കേട്ടോ. ഓട്ടി വരുന്നത് മണാലിയും ഡാക്സോ ഓവറുകളുമാണ്. ഡാപ്സി. അപ്പോൾ ഇതാണ് മണാലി മലയാളി കേട്ടോ. മണാലി എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവനെ വിളിച്ചാൽ മതി. ട്രക്കിംഗ് വിത്ത് മണാലി എപ്പിസോഡിലുള്ള ആളാണ് കേട്ടോ മണാലി. അസർ എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ട്? അപ്പൊ അസറു നമ്മളെ കൂടെ ഏത് ആൽബത്തിലും അഭിനയിക്കാത്ത ഒരാളാണ്. ഫസ്റ്റ് ടൈം ആണ് നമ്മളെല്ലാവരും ഇത്രയും ഒരു ഡേ മാറ്റി വെച്ച് നമ്മളെ വണ്ടിയായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. വണ്ടിന്റെ ഫസ്റ്റ് ആൽബമാണ്. നമ്മളെ വണ്ടി അഭിനയിക്കണം, നമ്മളെ സ്വന്തം അർബാനി അഭിനയിക്കുന്ന ഫസ്റ്റ് ആൽബത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. പിന്നെ ആരൊക്കെ ഉള്ളത്? ജസീമുണ്ട്. ജസീമിന്റെ അഭിനയത്തിനെ കുറിച്ച് 2 വാക്ക് മാറിക്കണോ? ഒന്ന് കാണിക്കട്ടല്ല. അപ്പോൾ ഇതൊക്കെ നമ്മളെ ക്രൂ ആണ് കേട്ടോ. അന്നത്തെ നമ്മളെ ഫുൾ സഹായ സഹകരണങ്ങൾ നൽകുന്ന നമ്മളെ ആൾക്കാരാണ്. കാര്യമൊന്നുമില്ല, പിന്നെ അങ്ങനെ കാര്യമുള്ള പോലെ നിൽക്കുമല്ലോ എടുത്തു രണ്ടാളും. എന്നാൽ കാര്യമില്ല, ആകെ 2 ഷോട്ടാണ് അഭിനയിച്ചത്. അതെന്ത് ചെയ്തു, സ്പോട്ട് എഡിറ്റിൽ തന്നെ കട്ട് ചെയ്തു. അപ്പോൾ എന്തായാലും അത് മെയിൻ എഡിറ്റിക്ക് പോകണമെന്നല്ല ഫയലൊന്നും, ഈ പറഞ്ഞ കട്ട് ചെയ്ത് വിട്ടു. ഞാൻ ഒന്നും പറയില്ല. അല്ല ഓഡിയൻസ് ഓനെന്തേനു എന്നൊന്ന് പറഞ്ഞെടുത്താ കിട്ടില്ല. പിന്നെ ഇതുവരെ ഇഞ്ഞുള്ള പറയും ആർട്ടിഫിഷ്യൽ കുറച്ച് കൂടി, പക്ഷെ പിന്നെ റെഡി ആക്കി. പക്ഷെ എന്താ നമ്മൾ അഭിനയിക്കുമ്പോ നമ്മളുടെ സൗണ്ട് ഇല്ല. അപ്പൊ സൗണ്ട് ഉണ്ടാവില്ല, ഡബ്ബയില്ല. പിന്നെ സൗണ്ട് ഇട്ട് അഭിനയിച്ച് എന്തിനാ കട്ട് ചെയ്യില്ല? അതല്ല അനക്കിപ്പോ നോർമലി ഒരു ചായ എന്ന് കഴിഞ്ഞാല് ഇപ്പം ഏറിപ്പോ ചൂട് കൂടിന്റെ ഒരു എഫക്ട് വരും, ഒരു അഭിനയം വരും. അല്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ പഞ്ചസാര കുറഞ്ഞതിന്റെ കൂടിന്റെ ഒക്കെ വരും. ഇപ്പൊ എന്താ വെച്ചാൽ പുളിവെള്ളം കലക്കി കൊടുത്തൊരു എഫക്റ്റിലാണ് പുറത്തേക്ക് ഔട്ട്പുട്ട് വന്നത്. ഇങ്ങനെ 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 കൂടെ വന്ന് അതെന്തിനാ? അത് മധുരം കൂടുമ്പോ അങ്ങനെയാണെങ്കിൽ ചെമ്മാടൊക്കെ അങ്ങനെ. ഷൂട്ട് പുരോഗമിച്ചോണ്ടിരിക്കുന്നു. പക്ഷെ ഇന്ന് സ്കോർ ചെയ്ത് ഫുള്ള് മിക്കുണ്ടോ? അഭിനയം കൊണ്ടല്ല, ഡയലോഗ് ഡെലിവറി ഉണ്ട്. അതും പടത്തത്തെ അല്ല, പാട്ടത്തെ ഡയലോഗ് അല്ല, പുറത്തത്തെ ഡയലോഗ് കൊണ്ട് ഫുള്ള് സ്കോർ ചെയ്തു. അപ്പൊ എന്താ വെച്ചാല് ഓഗസ്റ്റ് അല്ല, സെപ്റ്റംബർ 2027 എന്ത് ഒന്നും വേണ്ട. ഓഗസ്റ്റിന് ഓഗസ്റ്റ് സെപ്റ്റംബറോ ഓഗസ്റ്റ് ഒക്ടോബറോ ഓഗസ്റ്റ് നവംബറോ ഓഗസ്റ്റ് 15 ഓഗസ്റ്റ് 16. അപ്പൊ ഞങ്ങൾ എങ്ങനെ വരാം? ഒരു പിരി പോയോ? ഇല്ലേ, ഞാൻ ഇങ്ങനെ നോക്കിയോ അതിൽ ആ സ്ക്രീനിലേക്ക്. അഭിനയിച്ചുകൊണ്ടിരിക്കാട്ടോ അഭിനേതാവ് നിഹാൽക്ക. അപ്പോൾ അതിരടി സ്റ്റാർ ഉണ്ട് ഇവിടെ. അതിരടി സിനിമയില് ഇതാ ടോവിനോന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്ത നമ്മളെ കൂട്ടത്തിൽ ഒരേ ഒരു താരം ബേസിൽ ജോസഫിന്റെ ടീമിലും ടോവിനോന്റെ ടീമിലും മാറി നിന്നാണ്ട് കളിക്കുന്ന താരാണ് അതിരടി നിഹാൽ. ഇന്നത്തെ ക്യാമറ കാണിച്ചു കൊടുക്ക്. സൽമാനാണ് ഇന്നത്തെ DOP ട്ടോ. അപ്പൊ മൂപ്പരപ്പിന്റെ 2ാമത്തെ പ്രൊജക്റ്റ് ആണ്. അതൊരു ഷൂട്ട് ഒരാഴ്ച മുന്നേ ചെയ്തിട്ടുള്ളൂ. അന്നാ ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ പോലും വിചാരിച്ചിട്ടില്ല പിറ്റത്തെ ആഴ്ച വീണ്ടും ഒരു ഷൂട്ടിൽ ഞങ്ങൾക്ക് കണ്ടുമുട്ടേണ്ടി വരും എന്നുള്ളത്. വളരെ പെട്ടെന്നായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പൊ അതിരടിയിൽ അഹമ്മദ് കുട്ടി പറഞ്ഞ റോളിൽ ഇയാൾ വരുന്നുണ്ട് കേട്ടോ. ബിസ്ക്കറ്റിൽ കൈ മാത്രമേ ഉള്ളൂ. ബിസ്ക്കറ്റ് എടുക്കാണ് കൈ മാത്രമേ ഉള്ളൂ. ഷൂട്ടിംഗ് കഥ എന്താണല്ലോ ഇപ്പൊ പറയില്ല. എന്ന് കാണാ നമ്മൾ വണ്ടി കയറാൻ അടുത്ത ലൊക്കേഷൻ പോവാന്. വണ്ടി കയറ്റില്ലേ? അല്ല കയറാൻ പറഞ്ഞു പറഞ്ഞു കിട്ടൂലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളെ ഫസ്റ്റ് ലൊക്കേഷൻ. ഫസ്റ്റ് അല്ല, ഇത് 2ോ 3ോ 4ോ വരുന്ന ലൊക്കേഷനാണ്. നമ്മൾ 3-4 ലൊക്കേഷനിൽ ഓൾറെഡി പോയി കഴിഞ്ഞു. ഇനി നമുക്കിന്ന് പോകാനുള്ളത് പുതിയ ലൊക്കേഷനിലേക്കാണ്.
അപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ് എന്താണ് ഈ സബ്സ്ക്രൈബേഴ്സൊക്കെ എനിക്ക് എന്തായിട്ടാണ് തോന്നുന്നതെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ആ വണ്ടിൻ്റെ പേര് അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. ആ പേര് നമുക്ക് സുമിത എന്ത് തോന്നുന്നു? ദൈവം ഇത്രയും അനുഗ്രഹങ്ങൾ കാര്യങ്ങൾ തരുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ തരുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും പുരസ്കാരങ്ങൾ തരുമ്പോൾ, ആൾക്കാരായിട്ടുള്ള സ്നേഹം തരുമ്പോൾ, എല്ലാത്തിലുപരി ഒരാൾക്ക് നമ്മൾ ഇഷ്ടമാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഇത് ദൈവത്തിൽ നിന്നും ഡയറക്റ്റ് ഉള്ള ബ്ലെസ്സിങ് ആണെന്ന് എനിക്ക് എപ്പോഴും പറയുള്ളത്. അമ്മൂട്ടി ശരി. ആ അപ്പൊ നമ്മള് എന്ത് പിന്നെ ഈ വണ്ടിയിലെത്തില്ല ഞങ്ങള്? അല്ല നമ്മള് പോവല്ലേ ബന്ധത്തിനെ സൂചിപ്പിക്കാൻ. എടാ ഞാൻ പറയട്ടെ, ഇതാ ചേട്ടന്റെ കടയത്തെ ഗ്ലാസ് അല്ലേ? ഇതെന്തിനാ കൂറ്റന്മാർക്ക്? ആ കടയത്തെ അല്ല ഡാപ്സോന്റെ അല്ലത്. ഓന് കൊടുത്തളാ, ഡാപ്സോ കൊടുത്തളാ. അല്ല ഓന്റെ കയ്യില് കൊടുത്തളാ. അങ്ങനെയല്ല പറഞ്ഞത്, ഓന്റെ കയ്യില് ഏൽപ്പിച്ചളാ പറയാ. ഫോട്ടോ എടുക്കാനോ? ഗുണമിതു പേരെന്താ? പേര് ഷാരൂഖാ? ഷാറൂഖ് ഞമ്മക്കുണ്ട് പേര് അനാൻ. അന്റെ പേരെന്താ? അൻ്റെതോ? അൻ്റെതോ? അന്റെ കുറച്ച് ദമ്മ പേരാ. അന്റെ പേര് ഹിഷാമാണ്. ഹിഷാം. ഇവന്റെ പേര് ഹിഷാമാണ് ട്ടാ. ഫുൾ പേര് സംബന്ധം വെച്ചാല് കൊറേ വിഷാമുണ്ടായിരുന്നു. അപ്പൊ ചെറുപ്പം എന്താക്കി അത് തൊണ്ട മൊത്തം കഫം മൊത്തം പുറത്തേക്ക് വരും. അത് തിന്നിട്ട് ഇതെന്ത് സാധനം? കാട്ടുള്ളി സത്തോ? അപ്പം മണാലിന്ന് കൊണ്ടുവരുന്ന ഓരോ സാധനങ്ങളാണെന്നാണ് പറഞ്ഞത്. എന്താ സാധനം അല്ല, ഹെൽത്തി പറഞ്ഞ് തന്നു. ഞാൻ 2 തിന്നു. ഹെൽത്തി അല്ലേ? ഞാൻ തരാം ഫോട്ടോ ബ്രോ. സോറി ബ്രോ. അപ്പൊ ഷാറൂഖ് ബ്രോയുടെ കൂടെ ഒരു ഫോട്ടോ. എന്റെ പാസ്പോർട്ടിന്റെ പേരെന്താ വെച്ചേ? ഇവന്റെ പേരെന്താ ഇഷാമർ. അപ്പൊ കെൻസ് എവിടുന്ന വെച്ചു? എന്റെ ഇനീഷ്യൽ അതാണ് ഇഷാം കെ. ഇഷാം കെ. അപ്പൊ ഞാനും പറമ്പിന്റെ പേരാ മറ്റേത്. പറമ്പിന്റെ പേര് കെൻസാ അല്ല, വീടിന്റെ പേരാ കെൻസ്. കേക്കുംപടിയാവും. അല്ല പറമ്പിന്റെ പേര് പറഞ്ഞു. പറമ്പിന്റെ പേര് കണ്ണാറമ്പത്ത്. അപ്പൊ കെൻസ് വീട്ടിലെ പേരാ. അപ്പൊ പാസ്പോർട്ടിലില്ലല്ലോ. ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് വിമൽ കുമാർ എന്നാണ്. ഇഷാമ പൊന്നാമ പോയ. അന്റെ പേരെന്താ? അരക്കെ മാച്ച് ജസീമല്ല, ജാസി. ഇവ ദുബായിലാണ് വർക്ക് ചെയ്യണത്. ഇവരെല്ലാരും വിളിക്കുന്നത് ദുബായ് ജാസി എന്നാണ്. ആ പേരെന്തായാലും നല്ല മാച്ച് ഉണ്ട്. ജാസി. അന്റെ നോമ്പ് പിടിച്ചിട്ടാ? അന്റെ നോമ്പ് പിടിച്ച് എല്ലാം ബേക്കും. ജാസി അപ്പൊ അതിനിടയിൽ ഫുൾ റോൾ എന്താ ചെയ്തതെന്ന് പറയല്ല അനുവെന്ന് വന്നിട്ടാണ് പറയണട്ടെ നിയാല്. അപ്പൊ നിയാലിനോട് പറഞ്ഞ ഒരിക്കലും പുറത്ത് പറയരുത് എന്നുള്ള. വൈകാതെ വരും. അപ്പൊ ഓഡിയൻസ് എന്ത് എല്ലാവരും കമന്റ് ചെയ്യും ഏത് സിനിമയാവും നിയാൽ അഭിനയിച്ച പടം. നമ്മളെ ക്ലാസ് അല്ല, കാക്കാന്റെ ക്ലാസ്സാ. പിന്നെ കൊടുക്കേണ്ടി വരൂലേ? ആരാന്റെ ക്ലാസ് അല്ലേ? എടാ അപ്പന്റെ ഇതിലുണ്ട്, ആധാറിലുണ്ട് കെൻസ്. ആധാർ കാർഡിലുണ്ട്. ഉണ്ട്. മണാലിയാ ഇത് മറ്റേ ഇതിന്റെ ചോയല്ലേ? അല്ല മറ്റേ സാധനമുണ്ടല്ലോ, ജിഞ്ചർ ചാറ്റല്ല, ഒരു ഇതുണ്ടല്ലോ, ലൈസ്. ലൈസ് അല്ല, ബിങ്കോ.
ഇഞ്ചി മിഠായി ജിലേബി ചൈനീ കോയിനി അറിയാൻ ആജ്മോലെ ഉദ്ദേശിച്ചത് ആജ്മോലന്റെ ചോയ ഇത് തിന്നാനൊക്കെ കിട്ടും എല്ലാവരും ആജ്മോല ആജ്മോല തിന്നണ ഞാൻ തിന്നിട്ട് ഒന്നും ഓൾറെഡി. ഇതിന്റെ ചോയ എനിക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റുന്നുണ്ടോ പണ്ട് കഴിച്ച ഞാൻ തിന്ന കാലത്ത് ആജ്മോലല്ല, കോഫി ടോഫി ഒക്കെ ഉള്ളു. ടോഫിയിലൊക്കെ മിക്സ് ആവുമ്പോഴാണ് ആജ്മോലുണ്ട്, ആജ്മോലന്റെ പൊടി ഉണ്ട് ഇതില്. കേട് നിങ്ങളോ നോളജ് ഇല്ല ആർക്കും. ഞങ്ങളെ വീട്ടിൽ ആകെ നോളജ് ഉള്ള ഒരൊറ്റ ആളുള്ളൂ, അത് മിക്കാം. അത്രേ ഉള്ളൂ. നമ്മളെ കൂട്ടത്തില് PG UGയും PGയും MAയും കഴിഞ്ഞ ഒരാളുള്ളൂ മിക്കട്ടോ. PG ഇതാണ് പെയ്ഡ് ഗസ്റ്റ്. തൊണ്ടപൊട്ടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്ന് ക്രൗഡൊക്കെ വന്ന് കയറിയിട്ടുണ്ട്. ആകെ സീനായി എന്നാണ് തോന്നുന്നത്. ഗട്ട് പറഞ്ഞ എന്താ? ഗട്ട് ഗട്ട് പറഞ്ഞാ ഗട്സ്. അപ്പൊ ഗട്ട് പറഞ്ഞാല് അതാണ് UGയും PGയും പഠിച്ചവര്. ഇഞ്ചി മുട്ടായി ധൈര്യം വരുന്ന പ്രോബ്ലം മാറും. ധൈര്യത്തിന്റെ പ്രശ്നങ്ങളൊക്കെ മാറും. തൊണ്ട കെട്ട അപ്പൊ ത്രോട്ടണ്ടാ എന്താണ് ശരിക്കും എന്താ? അബ്ഡമൻ ഏരിയ അസറേ ഫുള്ള് തെറ്റിച്ച് നമ്മളെ ഇതുണ്ടല്ലോ വേസ്റ്റുകൾ പോകുന്ന ഏരിയ. മറ്റേ ദഗസ്താൻ 1 2 3 years in Dagestan and forget me. അപ്പൊ ഇലക്ഷൻ ടൈമാണ്. നോക്കി വോട്ട് ചെയ്യുക, 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 ഏയ് വോട്ട് ചെയ്യുക, നോക്കി വോട്ട് ചെയ്യുക, നോക്കി വോട്ട് ചെയ്യുക, നോക്കി വോട്ട് ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ലൊക്കേഷനിൽ എത്തിയിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വാഗമണിന്റെ കോടകളിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ചെക്കന്മാരെല്ലാവരും വോളിബോൾ കളിക്കാൻ വേണ്ടി ഇറങ്ങിക്കാണ്ടോ. നിർഗളമായ മത്സരമാണ് ഇപ്പോൾ ഇവിടെ വോളിബോൾ കോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇതിൽ കണ്ടോളതാ 1 2. അപ്പോൾ കുറച്ച് നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അപ്പം ജിമ്മി കളിക്കാൻ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഡാക്സോ അവർകളാണ് നമുക്ക് വീഡിയോ എടുത്തുകൊണ്ട് സഹായിക്കുന്നത്. അപ്പം നബീൽ വലത്തുനിന്ന് ഫസ്റ്റ് നോക്കിയാൽ നബീൽ സന്തോഷം. ആയോ ഷോർട്ടായി ഇപ്പൊ കാണാം. സുഹൃത്തുക്കളെ, ഇതാ പന്ത് കളി ആരംഭിച്ചിരിക്കുകയാണ്. ഇതാ അസറു ഇവിടെ വസ്ത്രം മാറ്റി ഒരുങ്ങിയിരിക്കുന്നു. അപ്പോൾ അസറു എന്ത് കഴിഞ്ഞിട്ടാണ് ഡ്രസ്സ് ഇപ്പോൾ എടുത്തിടണം എന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ കമൻറ്റ് ചെയ്യല്ല, എന്നാലും കമൻറ്റ് ചെയ്യുക. എന്ത് കഴിഞ്ഞിട്ടാവും അസറു ബേജാറിലും പത്തപ്പാറിലും ഡ്രസ്സ് എത്തുന്നത്. അപ്പം മിക്ക അവർകളെ കാണാം. അപ്പുറത്തെ കോർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഡയറക്ടർ DOP നമ്മുടെ ഈ ഒരു ആൽബത്തിൻ്റെ അമരക്കാർ 2 ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. 2 ആൾക്കാർ മാത്രമല്ല, വലിയൊരു ക്രൂ ആണ് നമുക്ക് ഇന്ന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അമരത്തിൽ അച്ചുട്ടി 2 അച്ചുട്ടികൾ ഇവിടെ നിൽക്കുന്നത് കാണാം. ഇവരെയൊക്കെ നോക്കി ഒറിജിനൽ അച്ചു അരക്കിപ്പെട്ട് കെട്ടും കെട്ടി അവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ജസീം കാര്യമായിട്ട് പരിപാടികളൊന്നുമില്ല. ആരും പന്തും കൊടുക്കണില്ല. അപ്പൊ ജസീം ഒന്ന് ഫുള്ളി ഗ്രൗണ്ട് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടാവും. ഒന്ന് ബാക്ക് ജസീമിന്റെ ഒരു അവസ്ഥ എപ്പോൾ കാണിച്ചു കേട്ടോ. ഒറ്റ ബോൾ കറക്റ്റ് കാണിച്ചു കൊടുക്കുക. അപ്പം ഒറ്റ ബോള് 0.5 ആക്ക്. ഒറ്റ ബോൾ ജസീമിന്റെ അടുത്ത് കൂടെ വരുന്നുണ്ടാവും കേട്ടോ. ഇതുവരെ വന്നിട്ടില്ല, ഇനി വരും അറിയില്ല കേട്ടോ. സെർവ് ക്യാൻസൽ കേട്ടോ. പന്താണ്ട് പോയി. ജസീം പൂരത്തിന് പൈസ ഉണ്ടാക്കാൻ വാ സൽമാന്റെ ഒപ്പം. ജസീമേ ഇവിടെ എന്താ ജോബ് കിട്ടിയേ?
എന്താ പണി എന്താ കിട്ടി? എന്തോ സാധനം എടുക്കാനേ പൂരം എടുക്കാനേ പൂരോ പൂരം ഡ്രോൺ ഷോട്ട് പൂരത്തിന്റെ ഡ്രോൺ ഷോട്ട്. അപ്പൊ ജസീമിന് എന്ത് ചെയ്തു? ഇവിടുത്തെ ഷോട്ടിൽ കൂടുതൽ നന്നായി അഭിനയിച്ചുകൊണ്ട് എന്ത് ചെയ്തു? പൂരം കൂടാൻ പോകണ്ട നമ്മള്. അല്ലല്ല, ഓം ജസീം മാത്രം കൂടി വരും. ക്ലോസ് എടുക്കണ്ട നമ്മള്. എൻജോയ് അതൊക്കെ അതിൽ ആഡ് ചെയ്യും. ഇപ്പൊ അല്ലല്ല. ആ വിട്ടോ വിട്ടോ വിട്ടോ. ശരി, താങ്ക് യു ഫോർ അസിസ്റ്റൻസ്. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, ജസീം ഒന്ന് അഭിനയിച്ചു വരും. ഇനി ഫുൾ സെറ്റപ്പ് ആട്ടോ. കാട്ടിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ടാണ് ഇതാ. കാട്ടിൽ നിന്ന് നമ്മളെ എന്നെ വിളിച്ചിട്ടുണ്ട്. ജൈവ വൈദ്യുതി എടുത്തിട്ടാണ്. ഞാൻ പിടിക്കാം. അപ്പോ ജൈവ വൈദ്യുതി ഇതങ്ങനെയല്ല, അത് അത്ര വലിയ ഷൂട്ടല്ല. ഇതൊരു എളിയവന്റെ വ്ളോഗാണ്. എന്നോട് ക്ഷമിക്കണമേ. അയ്യോ, ഞാൻ ഊമയാണ്, പാവമാണ്. ഇതാണ് ഇതിന്റെ മൊത്തം നെടുന്തൂണ് കേട്ടോ. ഷാദി മസ്തി ആവാൻ കാരണം ഉണ്ടെങ്കിൽ ഇവനാണ് കേട്ടോ. കാരണം A to Z ഡാക്സോ 3 ദിവസം എല്ലാവർക്കും ആവശ്യമായ ഫുഡ്, സ്റ്റേ പരിപാടി, എല്ലാ പരിപാടി. അതേപോലെ തന്നെ നമ്മളെ 2ാമത്തെ ആൽബത്തിലും അതേപോലെ തന്നെ നമ്മളെ 3ാമത്തെ ആൽബത്തിലും മാഷോ എൻ്റെ കുട്ടിയാണ് ഡാക്സോ. ഇജ്ജ് പണ്ട് NSS ഉണ്ടായിനോ? ഇത്രത്തോളം സേവനം എന്നുള്ളൊരു മനസ്സ്, എല്ലാവരെയും ഏത് ടൈമിലും ഹെൽപ്പ് ചെയ്യാന്നുള്ളൊരു മെന്റാലിറ്റി അനക്ക് എവിടെ നിന്നിട്ടാണ് ഈ പഠിച്ചത്? വരും തലമുറക്ക് എന്താണ് ഒരു പ്രചോദനാണ്. എന്നും അങ്ങനെ നിലനിൽക്കാൻ എനിക്ക് പറ്റട്ടെ. നബീലും ബാസിലും കാര്യമായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. കാര്യമായിട്ട് പന്തൊന്നും കിട്ടില്ല. അപ്പുറത്തെ ടീമിലെ ജസീമിൻ്റെ അതേ അവസ്ഥയാണ് ഇവിടെ ബൽക്കിന് ഉണ്ടാവും കേട്ടോ. ജിമ്മീച്ച് തോന്നുന്ന ഏകദേശം അതേ അവസ്ഥയാണ്. പക്ഷെ നിയാലിനും ഷാനുവിനും പന്തിട്ടുണ്ട് കേട്ടോ. ഓല് കാര്യമായിട്ട് നല്ല കളി കുറച്ചേരായിട്ട് ഓല് രണ്ടാളും കുഴപ്പമില്ലാതെ കളിച്ചിട്ടുണ്ട് കേട്ടോ. ജിമ്മി ഇതാണ് ഈ ടീമിലെ കുറ്റികൾ കേട്ടോ. വന്നപ്പോൾ നന്നാണ് ഇതേപോലെ. ഇട് മോനെ, ഇങ്ങോട്ട് മോനെ. എടാ ഞാൻ ചോന്ത കുപ്പായിട്ട് നിൽക്കണല്ലോ, ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ഇടാ, പന്തിടാ. ഷാനു ആണ് കൊണ്ടേക്കടാ. അതും നീയാലും ഷാനു എടുത്തിട്ടാ. ഇവിടെ കാറ്റിന് സുഗന്ധം, ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, മലമൂടും മണ്ണാണ് മണ്ണ്. ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നബീലിന് അങ്ങനെ എന്താ ചെയ്താ 8 മണിക്കൂറിലെ കഠിന പ്രയത്നത്തിന് ശേഷം നബീലിന് പന്തിട്ടിട്ടുണ്ടോ? മിക്കവാറും ബാസിൽ ഇപ്പോൾ വാങ്ങും. അതപ്പോൾ ഉണ്ടാവുക. ബാസിൽ കണ്ടിട്ടില്ല. 10 ലെൻസ് ചോദിക്കുന്നു SBK. ആകെ ഒരു ബോളോ കിട്ടിയാൽ നെറ്റുമൊക്കെ അടിച്ച്. ക്രിക്കറ്റ് ബോളോ? നോ, ഐ ഹാവൻ സീൻ ഇറ്റ്. ബോൾ വരും. അപ്പോൾ ഇതാണ് നമ്മളെ ലൊക്കേഷൻ കേട്ടോ. സീൻ ലൊക്കേഷനിലാണ് മക്കളെ ഷൂട്ട് നടക്കുന്നത് കേട്ടോ. കോട ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സീൻ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് നമ്മളെ ഷൂട്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ പാട്ടിറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാനും ജുബേർക്കയും ആഫ്റ്റർ കസവിനാൽ, ആഫ്റ്റർ ഇൻസാനിലെ, ആഫ്റ്റർ മായിക, ആഫ്റ്റർ ഹാനിയ, ഒരുപാട് പാട്ടുകൾക്ക് ശേഷം, ആഫ്റ്റർ അഗമേ, ഒരുപാട് പാട്ടുകൾക്ക് ശേഷം ഞാനും ജുബേർക്കയും ഇറക്കുന്ന പുതിയ പാട്ടായിട്ടുള്ള കൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട്. അപ്പം ഈ ഒരു പാട്ട് സ്പെഷ്യലി കമ്പോസ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട്സിന് വേണ്ടി മാത്രമാണ്. ഭയങ്കര ലൈക്കായി. കോളേജിലെ ഫ്രണ്ട്സ്, കസിൻസ്, ഫ്രണ്ട്സ് ഗ്യാങ്, കൂട്ടുകാർ, നിങ്ങളെല്ലാ കൂട്ടുകാരും, അതായത് നിങ്ങൾ ബന്ധം മുറിയരുതെന്ന് ആഗ്രഹിക്കണ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ ആ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു പാട്ടാണ് ഈ ഒരു പാട്ട്. അവിടെ ഒരുക്കി പോവാണ് ഞാൻ. അത് കണ്ട് ഇപ്പോൾ പറടാ. അപ്പം അങ്ങനെയാണ് പാട്ട് വന്നിട്ടുണ്ടാകും. എന്താ വെച്ചാൽ ഒച്ച ഫുള്ള് പോയി. കാരണം രാവിലെ 6 മണിക്ക് നീച്ച് ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഇവര് ഇന്നലെ വീട്ടിൽ നിന്ന് വരാൻ പറഞ്ഞിട്ട് നമ്മളിവിടെ എത്തണത്, വാഗമണിൽ എത്തണത് 4:30 മണിക്കാണ് വാഗമണിൽ എത്തണത്. 1.5 മണിക്കൂർ ഉറങ്ങിയിട്ട്, 1.5 മണിക്കൂർ ഉറങ്ങിയിട്ട് നേരെ 6 മണിക്ക് തുടങ്ങിയ ഷൂട്ടാണ്. ഇപ്പോൾ വൈകുന്നേരം 6 മണിയായി. കണ്ടിന്യൂസ് ആയിട്ട് ചെക്കന്മാരൊക്കെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം ഞാൻ വന്നെ അലമ്പാവും കരുതി ചെക്കന്മാർ. ഇപ്പോൾ അസുറടക്കം ഈ പരിപാടിക്ക് വരുമ്പോൾ അലമ്പാക്കിയാണ്ട് കൈ തരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത്രത്തോളം ഒബീഡിയൻസോടെ, ഡിസിപ്ലിനോടെ ഈ ഒരു ഷൂട്ടിന് നമ്മളായിട്ട്
ബാബാ ചോദിക്കോ 0.5 അല്ലേ? അപ്പം ഇത്രത്തോളം ഒബീഡിയൻസോടെ ഡിസിപ്ലിനോടെ ഇപ്പം എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയില്ല ഇനി. പക്ഷേ എല്ലാവരും മാഷാഅല്ലാഹ് അടിപൊളിയായിട്ട് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ചെക്കന്മാരെല്ലാവരും വളരെ നല്ല രീതിയിൽ ഈ ഒരു പ്രൊജക്റ്റ് നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ശക്തി. ഇതിൽ വന്നപ്പോൾ തൊട്ട് ഈ ഒരു പൊസിഷനില്ല കേട്ടോ, ഒരു മാറ്റമല്ല, വേർക്കണമില്ല, പന്തും വന്നില്ല കണ്ടിട്ടോ. ഇനി കളി കണ്ടാൽ നമുക്ക് മനസ്സിലാവും കുറച്ചു നേരം. വൺ ദമ്മ പോക്കരക്ക അവൻ പിടിച്ചതേ. ആ അതാണ് പോക്കരാക്കട്ടോ. പന്ത് കിട്ടിയിട്ടില്ല. വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി 45 മിനിറ്റായി, കളി തുടങ്ങിയിട്ട് 2-3 മണിക്കൂറായി. ഇതുവരെ ആ ബോൾ അതിൽ വന്നിട്ടില്ല. വരുന്ന ബോള് എടുക്കണില്ല, വാസലിൽ ഇങ്ങനെ കൊടുക്ക. നമുക്ക് അടുത്തൊരു മിനിറ്റ് കൂടി നബീലിന് പന്ത് കിട്ടുമോ നോക്കട്ടെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. പിന്നെ ഞങ്ങൾ ഓഡിയൻസ് സ്വയം മനസ്സിലാക്കുക അതിൽ പന്ത് വരില്ല എന്നുള്ളത്. ഓലടിക്കണില്ല. നബീല് കണ്ണോണ്ട് നല്ല അഭിനയിക്കും. സെലിബ്രേഷൻ മാറി. ഇപ്പൊ റൊണാൾഡോ ഒക്കെ പാസ് അടിച്ചാതെ ഗോൾ ഇട്ടാല് മറ്റേ പ്ലേയേഴ്സിനൊക്കെ ഉണ്ടാവില്ല ഒരു എതിർപ്പ്, അതേപോലെ ആയിട്ടപ്പോ ഏകദേശം. അതും കിട്ടിയില്ല, അതാ കമ്പുമ്പോ തടഞ്ഞു. പ്രകൃതി വരെ നബീലിനെതിരായിട്ടോ. അതാണ് ഇഷ്ടം, പ്രകൃതി. അപ്പം എന്റെ അമ്മക്ക് അറിയില്ല ഞാൻ കള്ളനാണ്. ഇതുവരെ കണ്ടാണ്ടല്ലോ ഏതോ പെൺകുട്ടി പാട്ടിയാലേ എന്തോ സെൽവാറൊക്കെ എടുത്ത് നിക്കണ പോലെ ഉണ്ടാ. ആടാ ഇങ്ങനെ കണ്ടാലേ ഏതോ പെൺകുട്ടി നിക്കണ പോലെ ഉണ്ട്. ഇതാ ഏതോ അല്ല, ചിയർ ഗേൾസിന്റെ ഫ്രെയിം അല്ലത്. ഇതൊക്കെ ഒരു പെൺകുട്ടി ചുരിദാർ എടുത്ത് പോണ പോലെ ഉണ്ടാ. ഇതൊക്കെ ഫ്രെയിം നോക്ക് അല്ലേ, അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവും ഓടാ. ഓടാൻ ടൈമായി, ഓടാൻ സമയമായി. സീൻ ഫ്രെയിം ഇട്ടാ മാഷാഅല്ലാഹ്, ഗോഡ്സ് ബ്ലെസ്സിങ്സ്. കട്ടേതാ എന്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ നിന്റെ കാലിലെ കാണ. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയൂ, ജാക്കി എന്ന ശത്രു നിനക്കറിയില്ല. ആ സാധനമാണത്. നിന്റെ എങ്ങനെയാണ് എന്റെ പേര് അറിയില്ല. ചന്ദന പൊട്ടെനിക്കല്ലേ എനിക്കല്ലേ ഇങ്ങോട്ട് വാ, നല്ല പാട്ടുള്ള അത്ര പാട്ടറിയാറുള്ളൂ. ഓയ് എടാ എടാ ഇത് ഇവിടെ നിർത്താ. ഓ എടാ കൊണ്ടോയി. എന്റെ ആ നക്ഷത്രത്തിന് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ നക്ഷത്രത്തിന് അടിച്ചിട്ടാണോ ഐഡിയിൽ കാണുന്ന ആ സ്റ്റാറിന് കേട്ടോ കണ്ടോ എടാ. ഓ തട്ടി 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 കാണണ്ടോ അറിയില്ല. നക്ഷത്രം ആരാണ് ഇവിടുന്ന് അങ്ങോട്ട് ലൈറ്റ് അടിക്കണം? റോക്കറ്റ് പോണ പോലെ അടിച്ചപ്പോ ഞാൻ പിടിച്ചരാ. നിമിഷമൊന്നുമില്ലല്ലോ. സുഹൃത്തുക്കളെ, നമ്മളെ ഷൂട്ട് ഏകദേശം പുരോഗമിച്ചു. നമ്മളെ ഷാനു അവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളൊക്കെ
ചെറുതായി കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു. ഷാനെ കാണിച്ചു കൊടുക്ക്. വാലിന്റെ കണ്ടു പിടിച്ചോ, അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ ഈസി ആവും. ഇവിടെ പിടിച്ചോ, ഈസി സ്വിച്ചിങ് ആണ്. ഈ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് പോക ടീം കേട്ടോ. പോകാളിയ ടീമാണിത്. ഈ കാസറിഞ്ഞു ഫോക്കസ് ഫോക്കസ്. ലേസർ കടിക്കല്ലോ ടഫിയെ. ജിമ്മി എത്തുന്നു. ഇതാ ഒരു തലക്കൊക്കെ നോക്കിയാൽ ജിമ്മി വരുന്നത് കാണാം. പഹൽവാൻ പഹൽവാൻ. അപ്പം ബാസില് നിയാല് ജിമ്മി അത് വിളിച്ചടാ. അപ്പൊ ബാസില് നിയാല് എല്ലാവരും ഒരുങ്ങി. അതുപോലെ തന്നെ നമ്മളെ ക്രൂ മൊത്തം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡാക്സ് ഒത്തിരി നേരം ഇവിടെ ചാടി കളിക്കുന്നു ഇതിൻ്റെ ഉള്ളില്. അപ്പം നമ്മളെ ഷൂട്ടിന്റെ വിഷ്വൽസ് ആണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വല്ലാതെ അങ്ങോട്ട് കാണിച്ചു കൊടുക്കണ്ട. അപ്പം എല്ലാവരും കാണുക. മസ്റ്റായിട്ടും പാട്ട് കേൾക്കണം. ഇറങ്ങണം തന്നെ പാട്ട് കേൾക്കണം. സൽമാൻ എന്നാ ഔട്ട് വരിക? ഔട്ട് 3-ാം തീയതി ഏപ്രിൽ 3 നമ്മൾ റിലീസ് ചെയ്യും. ഉറപ്പല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പം ഏപ്രിൽ 3 റിലീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ചേഞ്ചസ് ഉണ്ടെന്ന് നമ്മൾ അറിയിക്കൂട്ടോ. എല്ലാം റെഡിയാണ്. അപ്പം നമുക്കൊരു ക്യാമ്പ് ഫയറിന്റെ ഇവിടുന്ന് ചൂട് കായണേ, തണുപ്പത്ത് ചൂട് കായണ ഒരു ഷോട്ട് കൂടി നമുക്ക് ഇതിൽ വെക്കാണ്ട് അത് എടുക്കണ വിശേഷങ്ങൾ നമുക്ക് കാണാം. സുഹൃത്തുക്കളെ, നമ്മള് തീയാമ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, സിയാബല്ല അലവി അപ്പൊ അറബികളെല്ലാത്തിനും സാക്ഷിയായിട്ടോ. ജസീം ഈ ഒരു ഷൂട്ടിന് വേണ്ടി ഖത്തറിന്ന് വന്നാണ് കേട്ടോ. ഇതുവരെ 2 ഫ്രെയിമിലാണ്. പുതിയ ഷൂസ്, പുതിയ പാന്റ്, പുതിയ വിപ്സ് ഒക്കെ ഇട്ടിട്ട് വന്നാണ്. പുതിയ വാച്ചും കാര്യങ്ങളൊക്കെ വാങ്ങി ഖത്തറിന്ന് വന്നാണ്. പക്ഷെ 2 സെക്കൻഡ് ഒരു റോള് മാത്രമാണ് ഇതുവരെ കിട്ടിയിരിക്കണത്. കൂടുതൽ കിട്ടും പ്രതീക്ഷിക്കണം നമ്മള്. കുറച്ച് ക്ലോസപ്പ് കൊടുത്തിട്ടുണ്ട് പല്ലേക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പം എന്തായാലും ഇന്റെ ക്ലാസ്സാ. സമൂഹം എല്ലാവരും ബാസ്കറ്റ്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ അവിടെ വിഷേട്ടാ അവിടെ മഴ ഉണ്ടോ? വിഷേട്ടാ എന്താ കാട്ടിയേ? നീ പറയണ്ട പ്ലീസ്. നബീലു, നബീലിനെ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ഡേറ്റ് ആണ്, ഓർമ്മയിൽ കുറിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ഡേറ്റ് ആണ്. ഓനാണത് പറയണ്ടേ?
ഇന്നത്തെ റേറ്റിന് എന്താ പ്രത്യേകത? ഇന്നത്തെ റേറ്റിന് എന്താ പ്രത്യേകത? എന്താ അതിന്റെ പ്രത്യേകത? ഒരു പാളല് മുഖത്തൊരിതുണ്ട്, സങ്കടമുണ്ട്. അപ്പൊ ഇന്നത്തെ റേറ്റിനൊന്നുമില്ല, എന്നാ വേണ്ട. ഉറപ്പാ, എന്നാ വേണ്ട. അപ്പൊ കുട്ടികളൊക്കെ ബാസ്കറ്റ് ബോൾ കളിച്ചോണ്ടിരിക്കട്ടെ. ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞ് എല്ലാരും അലവിന്റെ മൂന്നമ്മക്ക് വന്നിട്ടാ. എടാ ബാക്കിയുള്ളൊക്കെ ഉറങ്ങിയല്ലോ, അറബികളൊക്കെ ഉറങ്ങിക്കണേ. ഇനി ബാസ്കറ്റ് ബോൾ കൂടി കളിച്ചാൽ ഒന്നിനും ബാക്കി ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് നമ്മളെ പ്രോപ്പർട്ടി എന്ത് ചെയ്യാൻ കാണിച്ചു തരാം. പക്ഷെ ഈ പ്രോപ്പർട്ടി രാവിലെ കാണിക്കേണ്ടി വരും മിക്കവാറും. അസറോ ഇവിടാ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഷൂട്ട്? എടാ വരടാ സൽമാൻ വാ, സൽമാൻ മിക്കി കേട്ടോ. അച്ചുവാ എങ്ങനെയുണ്ടായിരുന്നു ഷൂട്ട്? അൽഹംദുലില്ലാ ഉഷാറായി. പുതിയ എക്സ്പീരിയൻസ് ഇത്രയും കാലം നമ്മൾ ട്രൈ ചെയ്യാത്തൊരു ടൈപ്പ് സാധനമാണ് നമ്മളിന്ന് ചെയ്തിട്ടുള്ളത്. അതെ, പക്ഷെ ഓർമ്മയിൽ കുറിച്ച് വെക്കാൻ പറ്റുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് വീഡിയോ കരുത്. നമ്മള് ഇങ്ങനത്തെ ഒരു സാധനം ചെയ്തിട്ടില്ല, ഇനി ഇങ്ങനത്തെ ഒന്നും ചെയ്യുമെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കൊക്കെ തിരിച്ചു അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഫീല് കിട്ടുന്ന ടൈപ്പ് സാധനം തന്നെയാണ്. സത്യം അടിപൊളി സാധനം, ഇഷ്ടപ്പെട്ടു. ഏത് ഫ്രെയിമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എവിടുത്തെ ആക്ടിവിറ്റി നമ്മള് ചാടിക്കാൻ നിന്ന ഫ്രെയിം അത് സീൻ. അപ്പൊ ഇന്നത്തെ DOP സൽമാൻ എന്താ പറയാനുള്ളത്? എന്റെ കൊറേ കാലത്ത് സൽമാന്റെ ആദ്യത്തെ വർക്കാണ് ഇൻസാനിലെ. മൊത്തത്തിൽ 10-35 മില്യൺ സ്ട്രീംസ് അടിച്ച വർക്കാണ്. യൂട്യൂബും സ്പോട്ടിഫൈ ഒക്കെ കൂടെ കൂടിയിട്ട് 10-40 മില്യൺ. പക്ഷെ അത് നമ്മള് പെട്ടെന്ന് പോയി ഷൂട്ട് ചെയ്ത സാധനം. ഇത് നമ്മൾ പ്ലാൻ പെട്ടെന്ന് പോയി ഷൂട്ട് ചെയ്ത സാധനം. അപ്പൊ താങ്ക് യു ജുബൈർക്ക, എല്ലാവരോട് താങ്ക്സ് പറയുള്ളത്. അത് ഇത്രയും നല്ലൊരു സൂപ്പർ സോങ് നമ്മളെ ചിന്തിച്ച് നമുക്ക് ഗിഫ്റ്റ് ചെയ്തതിന്. കാരണം ജുബൈർ മുഹമ്മദ് എന്ത് ധൈര്യത്തിലാണ് ജുബൈർക്ക ഇങ്ങനൊരു പാട്ട് ഞങ്ങളെ പോലെ പൊട്ടന്മാരെ ഏൽപ്പിച്ചത് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ജുബൈർക്ക ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം ഞങ്ങൾ കാത്തു സൂക്ഷിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നബിലാണോ വാ, എങ്ങനെയുണ്ടായിരുന്നു ഷൂട്ട്? ഏത് ഏരിയ എടുത്ത ഭാഗമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? കണ്ടിട്ടില്ലല്ലോ, ഉറങ്ങല്ലേനോ. ചാടിക്കാൻ പോയി ക്യാരക്ടർ റിവീൽ ചെയ്യേണ്ടത് അസുറിന്റെ അഭിനയം. കാണികളെ ഇതുവരെ കാണാത്ത വീഡിയോയില് അഭിനയിച്ചിട്ട് ഒരു അവാർഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, സോങ് വീഡിയോയിൽ അഭിനയിച്ച ആൾക്കാർക്ക് ഒരു അവാർഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മ്യൂസിക് വീഡിയോകൾക്ക് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടെങ്കിൽ ഫിറ്റിംഗ് വരും നിങ്ങൾക്ക് തോന്നുന്നില്ല. അപ്പൊ അസറു തകർത്താടി. അസറു 6 പറഞ്ഞ 6 ബസർ നാളെ പേയ്മെന്റ് ആണെന്ന് പറയുന്നുണ്ട്. ഞാൻ രാവിലെ ഏർലി മോർണിംഗ്, നിങ്ങൾ 6 മണിക്കല്ല എണീക്ക, ഞാൻ ഒരു 4-4:30 ഞാൻ 3:30 അങ്ങാടിക്ക് പോകും. എന്നിട്ട് നിങ്ങൾ എന്നെ വിളിക്കണം, ഞാൻ പൈസ ഓഫർ ചെയ്യും, എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് എത്തും. കാരണം ഇതിന്റെ ബാക്കി ഷൂട്ട് ചെയ്യാൻ എന്തായാലും ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഷാദി മസ്തിയിൽ അഭിനയിച്ചിട്ടില്ലല്ലോ. ഞാൻ വന്ന് നോക്കി ഓടി. ഇന്ന് അഭിനയിച്ചു, ഇന്ന് കുടുങ്ങി. അങ്ങനെ അവസാനം അച്ചുവിനെ അഭിനയിക്കേണ്ടി വന്നു. കെൻസെ എന്താ പറയാ? കെൻസെ നല്ല വീഡിയോ. അപ്പം ഒരു ഫീലിംഗ്. അപ്പം ഇവനോട് ഞാൻ പഠിച്ച പണി പറഞ്ഞേ, ഇന്നലെ തന്നെ വരാൻ പറഞ്ഞു. പക്ഷെ ഇവൻ എന്ത് ചെയ്തു? ഇവന്റെ കോളേജ് പരിപാടിക്ക് പോയി. കോളേജിലൊരു പരിപാടി ഏറ്റു. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് കഴിയാൻ നേരത്താണ് വന്നത്. അപ്പൊ എത്തി. പക്ഷെ ഫസ്റ്റ് ഫ്രെയിം കാര്യങ്ങൾ എടുത്തുവെച്ചോണ്ട് പെട്ടുപോയി. കാരണം പിന്നെ കണ്ടിന്യൂറ്റി കാര്യങ്ങൾ കിട്ടില്ല. അപ്പൊ നാളെ നമ്മൾ എന്തായാലും അപ്പൊ ഇനി 1-2 ഫ്രെയിംസ് നമ്മൾ ആഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്തു? ലേറ്റ് ആയി വന്നാൽ നമുക്ക് ഫസ്റ്റ് മുതലേ ഒരു പാലറ്റിലാണ് എടുത്തു വരുന്നത്. അപ്പം നമുക്ക് ആള് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും 6 മണിക്ക് വെച്ച് പോയി അതിന് വേണ്ട. അപ്പൊ എന്തായാലും അങ്ങനെയാണ് ഇപ്പൊ കിടക്കുന്നത്. SBK എന്താണ് പറയാനുള്ളത്? അപ്പൊ അങ്ങനെയാണ് പറയാനുള്ളത്. എന്ത് പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷ ഉണ്ടാകുന്നോ? നല്ല പ്രതീക്ഷ. സാധാരണ റീൽസിലെ നമ്മൾ അങ്ങനത്തെ വീഡിയോ ഇട്ടില്ല. ഇത് പ്രൊഫഷണലി ചെയ്താണ്. എന്താണ് പറയാനുള്ളത്? എന്താണ് ഇപ്പൊ നമ്മള് ഷൂട്ട് ചെയ്ത 1ാം ദിവസത്തിലുള്ള അഭിപ്രായമാണോ? ഇതാണ് ഞങ്ങളുടെ നേതാവ്. കാരണം DQ വേഫർ ഹൗസിന്റെ വിശ്വസ്തനായ സാരഥി നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞതാണ് ഞങ്ങളുടെ ധൈര്യം. വേഫർ ഹൗസ് അടിയിക്കെടുക്കരുത് പറയും. അപ്പോ
ഞാനോട് ചോദിച്ചില്ല ഈ പറഞ്ഞ ഈ പറഞ്ഞത് തന്നെ കറക്റ്റ്. ഈ ഒരു ദിവസം കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 2 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചപ്പോൾ ഞാൻ സ്പീക്കറിനോട് പറഞ്ഞു ഫസ്റ്റ് ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞ് ഹാഫ് ടൈം ആകുമ്പോൾ ഞാൻ പറയാം ഷൂട്ട് എങ്ങനെ പോകും, എങ്ങനെ ഉണ്ടായി വർക്ക് എന്നുള്ള പറയാൻ. ഞാൻ എന്താണോട് പറഞ്ഞത്? അടിപൊളി, ഫുള്ളി സാറ്റിസ്ഫൈഡ്. യെസ്. ഞാനും ഭയങ്കര എല്ലാം പറഞ്ഞ മാതിരി ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത അസറും കിട്ടില്ല പെർഫോമൻസ്. പിന്നെ നമ്മളെ നിഹാൽ ഉള്ള സീനുകൾ വളരെ ഭംഗിയായിട്ടാണ്. അതിരടിയാ വാ പറ 2 വാക്കേ. അതല്ല നമ്മളെ സ്പോട്ട് എഡിറ്ററും പറഞ്ഞു. മൂപ്പര് എങ്ങനെയാണ് ഇന്നത്തെ എക്സ്പീരിയൻസ്? ഇന്നത്തെ ദിവസത്തെ സീൻ എക്സ്പീരിയൻസ് അതായത് ചില സാധനങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറ്റില്ലാന്ന് ചില തോന്നലുണ്ടാവില്ല. അതായത് നമ്മൾ ഷൂട്ട് ഇന്നത്തെ ദിവസം 2 ദിവസം മുന്നേ നമ്മൾ ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കും. വേറെ പ്രത്യേകിച്ച് പ്ലാനിങ്ങുകളൊന്നും ഇല്ലാതെ 2 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തിട്ട് ഔട്ട് എങ്ങനെയുണ്ട്? പക്ഷെ അത് ഔട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഈ സ്പോട്ടിൽ കണ്ട സാധനങ്ങൾ അടിപൊളി. എനിക്കൊന്നും അതിനാട്ടി ഒന്നുകൂടി അടിപൊളിയാവും മറ്റേ മെയിൻ സാധനം വരുമ്പോഴത്തേക്കും. പക്ഷെ എന്താ വെച്ചാൽ ഹാപ്പിയാണ്. ചെറിയ സമയം കൊണ്ട് ഇത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ബിഗ് ടാസ്ക്. അടിപൊളി. അത് നമ്മളെ ടീം വർക്ക്. എന്താ അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് അറിയുന്ന ആൾക്കാരുണ്ട്, നമുക്ക് ഒന്നുകൂടി കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യും. ഇപ്പൊ ഞാൻ ഒരു ഷോട്ട് എടുത്തപ്പോൾ കഴിഞ്ഞ് ഞാൻ നേരെ സ്പീക്കറിനോട് വെച്ചു, സ്പീക്കർ എങ്ങനെ ഉണ്ടേനി? സ്പീക്കർ ഓക്കെയാണ് പറഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്. ആ ഒരു കൺഫർമേഷൻ. ചത്തക്കണേ പക്ഷെ എന്നാലും ചത്തിന്റെ ഒരു ഉപ്പൂറ്റിയൊക്കെ വേണിച്ചില്ല. എല്ലാരും പോയി പറഞ്ഞേ. അപ്പൊ നിഹാലിന് അവാർഡ് ഉണ്ടാവും. നിഹാലിന് പറയണില്ല. നിഹാല് അപ്പൊ നിയാല് വലിയൊരു വർക്കിന് ശേഷം ചെയ്യുന്ന ഒരു ചെറിയ വർക്കാവും നമ്മൾ ഈ ഒരു പാട്ട്. കാരണം ശരിക്കും കോടികൾ ബഡ്ജറ്റുള്ള സിനിമയിലാണ് ഓൾറെഡി അഭിനയിച്ചത്. എന്താ വെച്ചാൽ നമ്മള് ഫ്രണ്ട്സ് ആയതുകൊണ്ട് മാത്രമാണ് പേയ്മെന്റ് ഒന്നും ഇല്ലാതെ വന്നത് എന്നാ പറഞ്ഞത്. നിയാൽ അങ്ങനെ പറഞ്ഞത്. പക്ഷെ 3-ാമത്തെ ദിവസത്തേക്ക് നീളുകയാണെങ്കിൽ ചിലപ്പോൾ ചാർജസ് മനസ്സിയാർ ഇവിടുന്ന് അതേപോലെ ഇവിടുന്ന് പൊന്നാനിക്ക് ഹെലികോപ്റ്ററും വിട്ടുകൊടുക്കേണ്ടി വരുന്ന പറഞ്ഞത്. ഷാനു പറയും എങ്ങനെ ഉണ്ടായിരുന്നു? ഷൂട്ട് 4 മണിക്കൂർ ഡിലേ ഉണ്ടെങ്കിൽ പൊന്നാനിക്ക് ഒരു ഹെലികോപ്റ്റർ പോയി വരാ. ആരും വിശ്വസിക്കാത്തത് പറഞ്ഞുകൊണ്ട് കഴിച്ചില്ലേ. ഭയങ്കര സന്തോഷമുണ്ട്. അതിനിടയ്ക്ക് ശേഷം നിഹാലിന്റെ കൂടെ ഒരു വർക്കിംഗ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനല്ല ബാക്കി പറയണ്ട്. ഒരു 5 സന്തോഷം പറഞ്ഞു ഇന്നത്തെ ഒരു 3 പറയും. ഇന്നത്തെ ഒരു 3 പറഞ്ഞാല് സൽമാൻ അത്യാവശ്യം വെയിലുമായി കണ്ട് മാഷാ പണിയെടുക്കണ്ടില്ലേ? സൽമാൻ പണിക്കോണാണ്ടിയാ എല്ലാരും കണ്ടില്ല. മാർക്കൊക്കെ സെക്കൻഡ്. 2 ഇവനോട് വർക്ക് ചെയ്ത്. 3-ാമത്തെ വെച്ചാൽ എല്ലാരും നല്ലോണം. ആരുടെ ഞാൻ ആരാ? പിന്നെ വലിയ സന്തോഷം എന്താന്ന് വെച്ചാല് അസ്രുവിന്റെ ഉള്ളിലൊരു കലാകാരൻ ഉണ്ടായിരുന്നു. സത്യം. അത് പുറത്ത് ചാടി. അത് എന്നാണ് അറിഞ്ഞത്. അറിയാത്ത പോലെ ഇരിക്കണൊക്കെ ഒരു 10-15 ദിവസത്തിനുള്ളിലൊക്കെ നമുക്ക് റിലീസ് വരികയാണെങ്കിൽ നിങ്ങൾ പറയാം എങ്ങനെ അസുറിന്റെ. അങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. പിന്നെ എങ്ങനെ ഉണ്ടായിനി ഷൂട്ട്? എങ്ങനെ ഉണ്ടായിനി? അടിപൊളി. എന്ത് തോന്നുന്നു ആദ്യത്തെ ദിവസം പുരോഗമിക്കുമ്പോൾ? എടുക്കാനില്ല. ലാസ്റ്റാണ് ആകെ പൊടുത്താൻ വിട്ടത്. തിജിന് മുന്നേ കൊണ്ടിരുത്തിക്കാണ്ട് എല്ലാരും വിചാരിക്കും ജിമ്മി എന്താട്ടി അറിയോ, വലിയ അഭിനയിക്കാതൊക്കെ വേണ്ടിട്ട് കോലോണ്ട് തീ ഇങ്ങനെ ഇളക്കി. നമ്മക്കത് ഇഷ്ടപ്പെട്ട് തീ ഇങ്ങനെ ഇളക്കുമ്പോ ആ സാധനം ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പൊ കുറച്ചേരം ഇരുത്തിക്കാണ്ട് ഇളക്കാൻ പറഞ്ഞോട്ട് പിനാത്തിനായ പക്കി ബേക്കം ബേക്കോ എല്ലാരും കഥക്കുണ്ട്. 4 മണിക്ക് എത്തി, 6 മണിക്ക് ഷൂട്ട് തുടങ്ങി, രാത്രി 9 മണി വരെ എല്ലാരും. അല്ല ഇന്ന് വേണമെങ്കിൽ കടന്നോളിട്ടോ. നാളെ ഇടുക്കാണ്ടാവില്ല, നാളെ ഇടുക്കാണ്ടാവില്ല. ഉള്ളത് വരാ എല്ലാവരും ആയിക്കോളെ. അപസുഹൃത്തുക്കളെ നമ്മളെന്തായാലും അപ്പോൾ പോയി ചാടിക്കോളി. അപസുഹൃത്തുക്കളെ ശ്രദ്ധിക്കണം കേട്ടോ. അപസുഹൃത്തുക്കളെ ഞാല് അപ്പൊ പാട്ട് നിഹാലാട്ടോ പറഞ്ഞേ
അത് നിഹാലാണ് പറഞ്ഞത്. നിങ്ങൾ ആരെ voice ആണ് guess ചെയ്യാ? അതിനാണ് ഓൻക്ക് ഇത്ര ആരങ്ങായി കിട്ടോ ഞാൻ കേട്ടില്ല ചെവി പോയാ കിട്ടൂല പക്ഷെ ഇത് കിട്ടും. അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ ഷൂട്ട് ഫസ്റ്റ് ഡേ പുരോഗമിച്ചു. സോ ഇന്നത്തെ ദിവസം വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. സോ മസ്റ്റ് ആയിട്ടും എല്ലാവരും ഏപ്രിൽ 3 റിലീസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഏപ്രിൽ 2 സാധനം കിട്ടില്ലേ? അപ്പം ആ ക്യാമറ വാങ്ങിക്കാം. അപ്പൊ ഏപ്രിൽ 3 നമ്മളെ 4.5 മില്യണോളം വരുന്ന നമ്മളെല്ലാ പ്രേക്ഷകർക്കും ഔട്ട്പുട്ട് തരാൻ പോണത് ചെമ്മാട് സ്വദേശിയായിട്ടുള്ള ജസീമാണ്. ഇപ്പൊ ഖത്തറിലാണുള്ളത്. അപ്പൊ ഇജ് ഖത്തറിൽ ഏത് ജീവിക്കണേ? വെസ്റ്റ് ബേ. അപ്പൊ വെസ്റ്റ് ബേന്റെ അടുത്തുള്ള മലയാളികളൊക്കെ എന്ത് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ. അഥവാ വീഡിയോ കിട്ടിയില്ലെങ്കിൽ എല്ലാവരും റിപ്പോർട്ട് ചെയ്യാം വീഡിയോ കിട്ടിയില്ലെങ്കിൽ. അപ്പം ഏപ്രിൽ 2 വൈകുന്നേരം 6 മണിക്ക് നമ്മളെ പേജിൽ പ്രീമിയർ ഇടാൻ എന്ത് ചെയ്യും? അങ്ങനെ തിരുത്തല്ലേ 26 പ്രീമിയർ ഇടാൻ ജസീമി വർക്ക് തരും. ഇങ്ങോട്ടൊക്കെ എന്റെ ആക്ടിങ് മാറ്റിയാനെ ഇന്നെ ടെൻഷൻ ആക്കണ്ട വെറുതെ. അപ്പൊ കിട്ടൂല നമ്മള് ഏപ്രിൽ 3 റിലീസ്. ഏപ്രിൽ 3 റിലീസാണ് നമ്മളെ വർക്ക്. അപ്പൊ എന്തായാലും മസ്റ്റ് ആയിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പൊ റിസോർട്ടിലെ ബാക്കി വരുന്ന വിശേഷങ്ങൾ നമുക്ക് ഇതിന്റെ കൂടെ ഒന്ന് ചെറുക്കന്മാരെല്ലാരും കുളിച്ചാൻ ഇറങ്ങിട്ടാ. അപ്പോൾ ഒറ്റൊന്നും കുളിച്ചിട്ടില്ല, എല്ലാവരും എന്ത് ചെയ്യണം കുളിക്കാൻ ഇറങ്ങിയേക്കാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാല് നേരെ അമ്പളിന്റെ താഴത്തുനിന്ന് എന്ത് ചെയ്യാ നമുക്ക് കുളിക്കട്ടാ. അമ്പളിനാണ്ടോളി അമ്പിളിന്റെ ഓരത്ത് നിന്നും കുളിക്കാൻ പറ്റൂട്ടോ. അപ്പൊ രാവിലെ ആയിട്ട് ഞാൻ കാണിച്ചു തരണ്ടാ. എല്ലാരും ഇറങ്ങിയിട്ടുണ്ടോ? അലവി, സൽമാന്, കെൻസ്, നിഹാല്, അബൂബക്കർ. ഫുഡ് എത്തിയാ? അപ്പൊ വ്ളോഗ് എങ്ങനെടാ? അപ്പൊ സുഹൃത്തുക്കളെ ഫുഡ് അയച്ചു കഴിഞ്ഞിട്ട് കാണാം.